ഓണാണ്. എന്താണ് എന്താണ് പറ. ജീവൻ പൂച്ചക്കുട്ടിയാണോ? നടക്കാൻ പോകുമ്പോ ഇതിനെ കാണാൻ പട്ടിക്കുട്ടിയോ? ദേവിയെ പട്ടിക്കുട്ടീനെ ഒന്ന് സൂ കേറ്റൂലട്ടോ ഇവിടെ. കൂടെ അവിടെ ചെന്ന് എടുക്കാറ്. പോടാ അവിടുന്ന്. കൊരയ്ക്കും. എന്താണേലും കൊരയ്ക്കണ്ടാണ്. ഇത് കരയൂല. അങ്ങനെ ഇതിനെങ്ങനെ പിടിച്ചോ? എടാ എന്റെ കുട്ടി തുറക്ക്. കൊരയ്ക്കും. പച്ചടി പൂച്ചല്ല. കാണാൻ കെടുത്തല്ലേ എന്റെ പൊന്നെ. അവന്റെ പൊന്നാണോ? ഇതാണോ പട്ടിക്കുട്ടി? ഇത് കടിക്കും. ഇത് കടിക്കുന്ന ഇനമാണ്. അയ്യോ അയ്യോ, ആക്ടിങ് നോക്ക്. ഓവറാക്കല്ലേ പട്ടിക്കുട്ടി. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത പോലെയാണ്. പിന്നെ ചുമട്ടുകൂലി. പിന്നെ എന്താണത്? ഈ പാപ്പി തരണം. ഇത് ഓളെന്നെ പറഞ്ഞാണോ അങ്ങനെ വരാന്? നല്ല കുട്ടിയായിരുന്നു. ആ എടുത്തോണ്ടോ ഒന്നുകൂടെ. ഇനി ആർക്കും വേണ്ട അങ്ങനത്തെ പട്ടിക്കുട്ടീനെ. ഞങ്ങക്ക് മനസ്സിലായി ഇത് പട്ടിക്കുട്ടിയാണെന്ന്. മാത്തിയടാ. എടാ പൊട്ടടാ. നീലപ്പീലി കണ്ണും തോട്ടി പൂഞ്ചലാടാലോ. ഇറങ്ങിക്ക. പരീക്ഷ ഉണ്ടോ നമുക്ക്? ഏത് കോളേജിലാ പഠിക്കുന്നത്? സ്കൂളിലാ. ഏത് ക്ലാസ്സാ? എടാ കുട്ടികളാടാ പ്രൊജക്ട് ചെയ്യാ. കട്ട് ചെയ്ത് എങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് ബാക്കി അവിടുന്ന് ചെയ്യോ? അക്കുവിന്റെ പ്രൊജക്റ്റ് ആട്ടോ. കട്ട് ചെയ്ത് കൊണ്ടുപോയാ ഞാൻ അറിയാൻ പാടില്ലാണ് ചോദിക്കും. എന്തിനാ കൊടുക്കണേ? ചെയ്യണ നമ്മളെല്ലാരും. എന്റെ അജോ, കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത്രയും. അതുകൊണ്ട് മാതാപിതാക്കൾ അല്ലല്ല, ഇത് നമ്മൾ എഴുതി കൊടുക്കേണ്ടതല്ല. നമ്മൾക്ക് അവർക്കുള്ള ഹെൽപ്പിനുള്ള കട്ടിങ് ആക്കി കൊടുക്കുക. ബാക്കി അവർ ക്ലാസ് ബാക്കി ക്ലാസ് അവൻ എഴുതും. ഇത്രയും കട്ട് ചെയ്ത് നമ്മൾ കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി വർക്കുകളൊക്കെ അവരവിടെ നിന്ന് ചെയ്യും. കാണിച്ചു കൊണ്ടുവരും. അജ് ഒക്കെ എന്താ കാണിച്ചു. ആ മോള് ഇതാ വരയ്ക്കുന്നു. നന്ദനോട് പറഞ്ഞ പോരായിരുന്നു. നോക്കി എന്തിനാ അജുമാവനോട് പറഞ്ഞേ? എന്താ അടി പൊളിച്ചു വരയ്ക്കുന്നോ? ഞാൻ പഠിച്ചപ്പം കൂടി ഞാൻ പഠിച്ചിരുന്ന ടൈമും കൂടി അനക്കുള്ള പണിഷ്മെന്റ് അത്. ഇനി എനക്കൊന്നും കൂടി ഈസിയാവും എന്റെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ. ഓക്കെ, വേണ്ട. നോക്കിയാ ആ കത്രിക നീ കെട്ടി എന്റെ മുടി വെട്ടുള്ളൂ കേട്ടാ. മുടി എനക്ക് ഉണ്ടാവില്ല. പിന്നെ ആലോചിച്ചോ, മൊത്തം വെട്ടിയൊക്കെ അടിച്ചോളയും. ഇനിയും കണ്ടോ എങ്ങനെയുണ്ട്? അജോ ഇങ്ങനെ എടുക്കുക. അജു കൊറേ വെട്ടിയോ? അയ്യോ, നന്ദകുട്ടിന്റെ മുടി മൊത്തം വെട്ടിപ്പോയോ? കൊറേ പോയല്ലോ. ബാക്കിയുള്ള എഴുതാനുള്ളതൊക്കെ വരയ്ക്കാൻ എഴുതാനുള്ള ശ്രീ ഒക്കെ വരച്ചു. എഴുതാനുള്ളത് അവൻ എഴുതിക്കോളും. അങ്ങനെ ആക്കി കൊടുത്താൽ മതി.
എനിക്ക് മാർക്കില്ലെങ്കിലും എന്റെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയതാടാ. ഒന്ന് കാണട്ടെ. അയ്യോ എന്റെ മുടി പൊട്ടി. ഈ മുറിച്ചോടി എന്റെ മുടി ഞാൻ മുറിച്ചെന്നാ മതിയോ? ഇതിലെന്താ പറ്റിയതറിയോ? നോക്കോ എന്താ അച്ഛനങ്ങള് വരയ്ക്കേ എഴുതേ മൾട്ടിപ്ലിക്കേഷൻ ചാർട്ട് ഉണ്ടാക്കാനുള്ളതാട്ടോ. ഇവിടെ പൂവിന്റെ ഡിസൈൻ എവിടെ? കട്ടിങ് എവിടെ? എന്താ ആ എന്താന്നോ